ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗിൽ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു ചായ പേഴ്സണാണ്. എത്രയോ വർഷങ്ങളായിട്ട് രാവിലെ എണീറ്റ് വരുന്ന ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ചായ ഹെൽത്തിന് വളരെ മോശമാണെന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടോ നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം ചായപ്പൊടി ഇട്ട് തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാലും പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. ചായയും ബിസ്ക്കറ്റുമാണ് ഞാൻ കൂടുതലും രാവിലെ കഴിക്കുക. അതിന് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുള്ളൂ. സോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാം. ഒരുപാട് തരം മുട്ടപ്പത്തിരി ഉണ്ട്. മലബാർ മുട്ടപ്പത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളിത് തേങ്ങാപ്പാലും കൂട്ടിയാണ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് 3 കപ്പ് വെള്ളം, അതായത് ഒരു മുട്ടയ്ക്ക് 3 കപ്പ് വെള്ളം ആട്ടോ വേണ്ടത്. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ പതഞ്ഞിട്ടാട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് മൈദ ചേർക്കണം. മൈദ ചേർത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇത് കമ്പൈൻ ചെയ്യണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ഇതാണ് മുട്ടപ്പത്തിരിൻ്റെ കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ മുട്ടപ്പത്തിരിക്ക് സ്പെഷ്യലായിട്ടൊരു ഓടുണ്ട് കേട്ടോ. ഇതാണത്. നമ്മൾ ഈ മുട്ടപ്പത്തിരി വിറകടുപ്പിലാട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓട് വെച്ച് ചൂടായതിന് ശേഷം ഒഴിച്ചെടുക്കാം. ഓട് ചൂടായതിന് ശേഷം ഒരു തുണിയെടുത്ത് ഓട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ശേഷം നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. അധികം നേർക്കാൻ പാടില്ല, അത്യാവശ്യം കട്ടി ഉണ്ടാവണം. അപ്പോൾ ഇതൊന്ന് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി റെഡി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കഴിക്കുക. തേങ്ങാപ്പാൽ പീഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്തെടുക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് ബീഫൊക്കെ കൂട്ടി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായി തോന്നിയത് ഈ തേങ്ങാപ്പാലാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് രാവിലെ കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളതായിരിക്കും, കാരണം മധുരമുള്ളതല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ നാട്ടിൽ മുട്ടപ്പത്തിരി ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്തിടാം. ഈ കോർണറിലിരിക്കുന്ന റാക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. കിച്ചണിലൊക്കെ സ്പേസ് കുറവാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ അടുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് 200 or 300 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കണ്ണൂർ സ്റ്റൈൽ മീൻകറിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളീൻ്റെ അരക്കഷ്ണം മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ബാക്കി അരക്കഷ്ണം ഉപയോഗിച്ച് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു ബ്ലെൻഡറിലേക്ക് അരക്കഷ്ണം തക്കാളി, ഇത് കുറച്ച് വലിയ തക്കാളിയാണ്, 1 ഗ്ലാസ് വെള്ളം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി തക്കാളിയൊക്കെ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തിരി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബ്ലെൻഡറിൽ ചേർത്ത് വെച്ച മസാലപ്പൊടികൾ ഉണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കൂടെ മഞ്ഞൾപ്പൊടിയും, അത് ടീസ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പാകമാണോ നോക്കുക. ആവശ്യത്തിൻ്റെ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. മീൻ മുളകിട്ടതൊക്കെ മൺചട്ടിയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുള്ളത്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ എടുക്കാം കേട്ടോ. മീൻകറിക്കൊക്കെ നല്ല പുളിവാണ്, അതുകൊണ്ട് ഞാനിവിടെ പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറി തിളക്കാൻ വെക്കാം. നല്ലോണം തിളപ്പിച്ചെടുത്താൽ നമ്മൾ ചേർത്ത മസാലപ്പൊടിയിലൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടും. അപ്പോൾ നന്നായി തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള മീൻ പരളാണ്. പരളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഈ ചെറിയ ഒരുപാട് മീനുകൾ ഇങ്ങനെ മിക്സായിട്ട് വരുമല്ലോ. ഈ അയില ഉണ്ടാവും, പാര, അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ മിക്സായിട്ട് വരുന്നതാണ് പരൾ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഈ മീനൊക്കെ മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. ചോറിനായാലും പിന്നെ ദോശൻ്റെ കൂടെ ആയാലും നീർദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഫൈനലായിട്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റോളം നന്നായി മീനൊന്ന് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലാണ് വേണ്ടെങ്കിൽ കറി ഇങ്ങനെ യൂസ് ചെയ്യുക. കറി നന്നായി തിളപ്പിച്ചാൽ കുറുകി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബൈ.